ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ 7:30 മോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ വഴിയിലേക്ക് പോയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വരെ അവൾ കൊടുന്നാക്കി തന്നു കുട്ടീനെ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ കൊടുന്നു. പിന്നെ മുഴുവനായിട്ട് ഞാൻ റോഡ് കാണിക്കുന്നില്ല കേട്ടോ, റോഡിലൂടെ വരുന്നത്. കാരണം അപ്പോഴേക്കും ആൾ എൻ്റെ കയ്യിൽ നിന്നും ഫോൺ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ നെറ്റ് മുഴുവൻ തീർത്തിട്ടാണ് അവൻ ഇവിടുന്ന് പോയത്. അപ്പോൾ ഇതുപോലെ റോഡിൽ കട്ട പതിച്ച റോഡൊക്കെ ഉള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയട്ടെ, കമൻറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉച്ചക്ക് ചോറ് കഴിച്ചു. അപ്പോൾ ചോറ്, പപ്പടം, ഉണക്കമീൻ, പിന്നെ പച്ചക്കായും പയറും ഉപ്പേരി, സാമ്പാർ. അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചക്കക്കൂട്ടാൻ്റെ മുഴുവൻ വീഡിയോ യൂട്യൂബ് ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും പോയി കാണുക. അതിനുശേഷം കായ കുറച്ച് പഴുപ്പ് കുറവായിരുന്നു. അപ്പോൾ അത് കാരണം അത് പുഴുങ്ങിയെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ കഷ്ണം വെട്ടിയിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് കഴിച്ചു. അതിന് ശേഷം ബിസ്ക്കറ്റ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മോനെ. അപ്പോൾ അതിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ അങ്ങനെ വൈകുന്നേരം വരെയുള്ള പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പിറ്റത്തെ ദിവസം ഇന്ന് രാവിലെ മുതൽക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചായക്ക് ദോശയും ഗ്രീൻ പീസ് കറിയും ചായയായിരുന്നു. അതിപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അതിനുശേഷം ചമ്മന്തി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഉണക്കച്ചെമ്മീനും ഉണക്കമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വറുത്തെടുക്കാം. അതിനുശേഷം തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയുടെ ജാറിൽ മുളക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. അതുപോലെ ചെമ്മീനും ഒന്ന് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക, പുളി, ഉപ്പ് അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.